അൺഫിൽ ഡിസൂസ ചേരുകയാണ് വിശകലനങ്ങളുമായി. അൺഫിൽ, ഈ പറഞ്ഞതുപോലെ അടിമുടി ദുരൂഹതയാണ്. ഈ തുക 2 സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയതാണ്. ഇത് വായ്പയായി കിട്ടി എന്നതിന് രേഖകളില്ല. ഇതിന് നികുതി അടച്ചതിന് അടക്കം മറ്റ് രേഖകൾ ഒന്നുമില്ല. ശരിക്കും ഈ ഒരു തട്ടിപ്പിൻ്റെ ആഴം വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ GST അന്വേഷണ സംഘം പുറത്തുവിടുന്ന വിവരങ്ങൾ. തീർച്ചയായും സ്വപ്ന, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ GSTയുടെ അന്വേഷണം മാത്രമാണ് നടന്നത്. GSTയുടെ അന്വേഷണം നടന്നപ്പോൾ തന്നെ ഈ രീതിയിൽ വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം ഒന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല. അതായത് സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത, വിജിലൻസ് അന്വേഷണം, ത്രിതല അന്വേഷണമൊക്കെ ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അന്വേഷണം എന്ന് പറയുന്നത് GSTയുടെ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുള്ള പ്രാഥമികമായ അന്വേഷണം മാത്രമാണ്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത്രയേറെ തിരിമറി, സാമ്പത്തിക ക്രയവിക്രയം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഈ സ്പോൺസർ ആദ്യം പറഞ്ഞിരുന്നത് മെസ്സിയെ കളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്നാണ്. അതുപോലും വ്യക്തതയില്ല. നൽകിയിട്ടുണ്ടോ, ആര് വഴി, എങ്ങനെയാണ് നൽകിയത് എന്നൊക്കെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം ഇപ്പോഴും വരേണ്ടതുണ്ട്. അതവിടെ നിൽക്കുമ്പോഴാണ് ഈ GST ഇതേക്കുറിച്ച്, കാരണം കേരളത്തിന് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 22 കോടി രൂപ ഇതുവരെ GST ഇനത്തിൽ കിട്ടിയിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിനേക്കാൾ വലിയ രീതിയിലുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 126 കോടി രൂപയാണ് അവിടെ അടച്ചുവെന്ന്, മെസ്സി അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ അടച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ 206 കോടി രൂപ സ്പോൺസറുടെ അക്കൗണ്ടിൽ വന്നു. ആ വന്ന് തൊട്ടടുത്ത ദിവസം ഉടൻ തന്നെ ആ അക്കൗണ്ടിൽ നിന്ന് മറ്റു അക്കൗണ്ടുകളിലേക്ക് പണം തിരിച്ച് കൈമാറുകയാണ്. അപ്പോൾ ഈ സ്പോൺസറുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് വെറും ഒരു ഇടനില അക്കൗണ്ട് മാത്രമായിരുന്നു എന്ന രീതിയിലുള്ള സംശയമാണ് വരുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ അക്കൗണ്ടിലേക്ക് 206 കോടി രൂപ വന്നത്, എന്നിട്ട് ആർക്കാണ് ഇത് നൽകിയത്? വെറും ഒരു ഇടനില അക്കൗണ്ടുകൾ മാത്രമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള കണ്ടെത്തലുകളാണ് ഇനിയുള്ളത്. അപ്പോൾ കൃത്യമായി ഇതിൻ്റെ ഒരു വിശദമായ അന്വേഷണം വേണമെങ്കിൽ ED തന്നെയാണ് വേണ്ടത്. ED കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ശുപാർശ തന്നെയാണ് ഇപ്പോൾ ഈ SIT, അതായത് GST വകുപ്പിൻ്റെ SIT സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി സർക്കാരാണ് ഇതിൽ, കാരണം കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ പോലും EDയുടെ അന്വേഷണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്കാണ്. കാരണം ഫെമ നിയമങ്ങളുടെ ചട്ടമൊക്കെ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് ഓരോ അന്വേഷണത്തിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അപ്പോൾ എല്ലാ അടിമുടി ദുരൂഹത നിൽക്കുന്ന ഒരു ക്രയവിക്രയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ ദേശീയ തലത്തിലുള്ള ഏജൻസികൾ തന്നെ ഉണ്ടാകണം. അത് ഒരു ED മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണ ഏജൻസികൾ, ഒരൊറ്റ ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കത്തില്ല. കാരണം അത്രയേറെ സങ്കീർണമായ രീതിയിലാണ് ഇത് കിടക്കുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ GST വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടും കായിക വകുപ്പിൻ്റെ റിപ്പോർട്ടും, 2 റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ളത്. ഈ 2 റിപ്പോർട്ടിന്മേൽ ഉടനടി ഒരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. ഉറപ്പായും അടുത്ത മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ മന്ത്രിസഭാ യോഗത്തിലോ ഇക്കാര്യത്തിലൊരു ഏത് തരത്തിലുള്ള അന്വേഷണവുമായി ഇനി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഇനി അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാർ ആദ്യം ഒരു അന്വേഷണം നടത്തും, അതിന് വ്യാപ്തി മനസ്സിലാക്കിയതിന് ശേഷം ദേശീയ ഏജൻസികൾക്ക് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ദേശീയ ഏജൻസികളിലേക്ക് തന്നെയാകും ഈ അന്വേഷണം എത്തുക എന്ന് തന്നെയാണ്. തീർച്ചയായും മൺഫ്ലിറ്റ് സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ മെസ്സി എന്ന ആ താരത്തിൻ്റെ, ആ ദൈവത്തോടുള്ള, ഫുട്ബോൾ ദൈവത്തോടുള്ള ആരാധനയെ മുതലെടുത്ത് നടത്തിയ തട്ടിപ്പ് ഈ GST കണ്ടെത്തലുകളടക്കം യാഥാർത്ഥ്യത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ ഈ സ്പോൺസറിനോടൊപ്പം അതിനൊത്താശ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥ ഇടപെടലുകളും പ്രതിക്കൂട്ടിലാകും. അതിനുമപ്പുറം നമുക്കെല്ലാം അറിയേണ്ടത് ആ കോടികൾ സഞ്ചരിച്ച വഴിയാണ്.